നമ്മളിപ്പം ഒരുപാട് നാളായിട്ട് കേൾക്കുന്ന രണ്ട് വേർഡാണ് റിപ്പീറ്റ് വാല്യൂ ആൻഡ് റീവാച്ച്. ഈ ഫയൽസിന് ഈ വാക്കത്ര പരിചയമില്ലാത്ത വാക്കൊന്നുമല്ല, പക്ഷേ ഈ രണ്ട് വാക്കുകൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. റിപ്പീറ്റ് വാല്യൂ റീവാച്ച് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഒരു പടം നമുക്ക് വീണ്ടും വീണ്ടും കാണാൻ തോന്നിക്കും എന്തെങ്കിലും ഒരു ഫാക്ടർ ആ സിനിമയിൽ ഉണ്ടായിരിക്കും. അതിനായിരിക്കും നമ്മൾ ജസ്റ്റ് റീവാച്ച് എന്നോ റിപ്പീറ്റ് വാല്യൂ എന്നും പറയുന്നത്. റിപ്പീറ്റ് വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്കും കൂടുതലും എന്റർടൈൻമെന്റ് ആയിട്ടുള്ള മൂവീസ് ആയിരിക്കും. ലൈക്ക് പഴയ മലയാള പടങ്ങൾ, ദിലീപിന്റെ പടങ്ങൾ, പ്രിയദർശൻ മോഹൻലാൽ മൂവീസ്, പിന്നെ ശ്രീനിവാസന്റെ തിരക്കഥ എന്ന പഴയ മലയാള പടങ്ങൾ ഭയങ്കര റിപ്പീറ്റ് വാല്യാണ്. പക്ഷെ റീവാച്ച് എന്ന് പറയുമ്പോഴത്തേക്കും അൾട്ടായിട്ടുള്ള പടങ്ങളായിരിക്കും നമ്മൾ റീവാച്ച് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ എന്തെങ്കിലും ലൈഫിൽ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ എന്തെങ്കിലും മോട്ടിവേഷൻ ആയിട്ടുള്ള മൂവീസ് കാണുമല്ലോ. സൊറൈ പോട്ടർ, ജെയ്ഡ്സി, പർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്, അങ്ങനെയുള്ള കുറച്ച് കൾട്ട് പടങ്ങളാണ് നമ്മൾ റീവാച്ച് ചെയ്യുന്നത്. ഇതാണ് റിപ്പീറ്റ് വാല്യൂ റീവാച്ച് തമ്മിലുള്ള വ്യത്യാസം. റിപ്പീറ്റ് വാല്യുള്ള മൂവീസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ സിനിമ നമുക്ക് ഇന്ന് കാണാം, നാളെ കാണാം, ഒന്നിലധികം വീണ്ടും വീണ്ടും കാണാം, ഒരിക്കലും മടുപ്പ് തോന്നില്ല. അതിന് പ്രത്യേകിച്ച് കാരണം ചോദിച്ചാൽ ആർക്കും പറയാൻ പറ്റില്ല. എല്ലാവരും പറയുന്നത് അന്നത്തെ ആക്ടേഴ്സിന്റെ പെർഫോമൻസ്, അവരുടെ ഒരു ഡയലോഗ് ഡെലിവറി, അവരുടെ കോമഡിയുടെ ടൈമിങ്, ഇതൊക്കെയാണ് അവർ പറയുന്നത്. ഇപ്പോഴത്തെ പടങ്ങൾക്ക് റിപ്പീറ്റ് വാല്യൂ കുറവാണ്. അതിന് പലരും പല ടെക്നിക്കലായിട്ടുള്ള കാരണങ്ങളും പറയുന്നുണ്ട്. പക്ഷെ വേറെ പല കാരണങ്ങളും ഉണ്ട്. പണ്ടത്തനക്ക് അങ്ങനെ അറ്റൻഷൻ സ്പാൻ ഒന്നും ഇല്ലാത്ത ടൈമിലാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പഴയ പടങ്ങൾ കണ്ടുപോലെ കണ്ട് ശീലിച്ചുകൊണ്ട് അത് കാണുമ്പോഴത്തേക്കും ഒരു മടുപ്പ് തോന്നാത്തതുകൊണ്ട് അത് തന്നെ വീണ്ടും വീണ്ടും കാണുന്നു. വീണ്ടും പുതിയ പടങ്ങൾ ഇത്ര അടിപൊളി പടങ്ങളാണെന്ന് പറഞ്ഞാലും പഴയ പടങ്ങൾ കാണുന്ന ഒരു ക്യൂരിയോസിറ്റി പുതിയ പടങ്ങൾക്ക് ഇല്ല. പിന്നെ മസാല പടങ്ങൾക്ക് നമ്മൾ ഭയങ്കര റിപ്പീറ്റ് വാല്യൂ കൊടുക്കാറുണ്ട്, പ്രത്യേകിച്ച് തമിഴ്, തെലുങ്ക് പടങ്ങൾക്ക്. അവിടെ കൂടുതലും ആക്ഷൻ, കോമഡി, റൊമാൻസ്, ഇമോഷൻ ഇതിനൊക്കെ പ്രാധാന്യം കൊടുത്തുള്ള പടങ്ങളായിരിക്കും, മസാല പടങ്ങളായിരിക്കും കൂടുതലും അവിടെ വരാറുള്ളത്. അതുകൊണ്ട് അങ്ങനെയുള്ള പടങ്ങൾ കാണാനൊരു പ്രത്യേക ഫീലാണ്. ഇറങ്ങുന്ന തമിഴ് പടങ്ങളിലും കുറച്ച് റിപ്പീറ്റ് വാല്യുള്ള പടങ്ങളുണ്ട്. പ്രത്യേകിച്ച് ലോകേഷിന്റെ കൈദിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് വാല്യൂ ആയിട്ട് തോന്നിയിട്ടുള്ളത്. വിക്രം ഉണ്ടെങ്കിലും ഫസ്റ്റ് ഞാൻ കൈദിയായിരുന്നു ചൂസ് ചെയ്യുന്നത്. പിന്നെ മാസ്റ്റർ ഏറ്റവും ടോപ്പ് പടം അല്ലെങ്കിൽ ഭയങ്കര റിപ്പീറ്റ് വാല്യൂ ഉണ്ട് ആ ഒരു ക്യാരക്ടറിനും. പിന്നെ കാർത്തി സുബ്ബരായന്റെ ആണെങ്കിൽ പേട്ട, റെട്രോ ശരിക്കും റീവാച്ച് ആണ്, റിപ്പീറ്റ് വാല്യൂ അല്ല. പിന്നെ വെട്രിമാരന്റെ വടച്ചെന്നൈ, ഇതൊക്കെ ഭയങ്കര ഒരു റിപ്പീറ്റ് വാല്യൂ റീവാച്ച് ഫാക്ടർ ഉള്ള പടങ്ങളാണ്. പിന്നെ തെലുങ്ക് പടങ്ങളാണ് പിന്നെ ഭയങ്കര റിപ്പീറ്റ് വാല്യൂ, പ്രത്യേകിച്ച് അല്ലു അർജുന്റെ പടങ്ങൾ, പുള്ളിയുടെ വല്ലതും മാസ് മസാല, റൊമാൻസ് ഇങ്ങനെയുള്ള പടങ്ങളാണ്. ഇത് പണ്ട് പോലെ കണ്ട് ശീലിച്ചുകൊണ്ട് ഇതൊന്നും ഒട്ടും കണ്ടാൽ നമുക്ക് മടുപ്പ് തോന്നില്ല. പക്ഷെ കൾട്ടായിട്ടുള്ള പടങ്ങൾ അങ്ങനെയല്ല. ആ പടങ്ങളാണ് നമ്മൾ റീവാച്ച് എന്ന് പറയുന്നത്. റീസെന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ തമിഴിലെ മെയ്യനെന്ന് മൂവി, അത് ഭയങ്കര റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു പടമല്ല, പക്ഷെ എന്തോ ഒരു പ്രത്യേകത സിനിമയ്ക്കുണ്ട്. ആ സിനിമ ഭയങ്കര റീവാച്ച് ചെയ്യാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് മൂവിയാണ്. ഹോളിവുഡിലേക്ക് പോയി കഴിഞ്ഞാൽ നോളന്റെ പടങ്ങളിൽ എനിക്ക് ഏറ്റവും റിപ്പീറ്റ് വാല്യൂ ആയിട്ട് തോന്നിയിട്ടുള്ള ഡാർക്ക് നൈറ്റ് ആണ്. പിന്നെ പ്രസ്റ്റീജ്, ഇൻസെപ്ഷൻ, ഇന്റർസ്റ്റെല്ലാർ ഒരു കൾട്ട് മൂവിയാണ്. റിപ്പീറ്റ് അടിച്ച് കാണുന്നവരും ഉണ്ട്, ജസ്റ്റ് റീവാച്ച് ചെയ്യുന്നവരുണ്ട്. പിന്നെ പഴയ ഹോളിവുഡ് പടങ്ങൾ, സ്പൈഡർമാന്റെ പടങ്ങൾ, ടോബി മെർഗുവിന്റെ പടങ്ങൾ, മാർവൽ പടങ്ങൾ, പിന്നെ പഴയ നൊസ്റ്റാൾജി മൊമെന്റ് വരുന്ന ഒരുപാട് പടങ്ങളുണ്ടല്ലോ, ജുമാൻജി, ജുറാസിക് പാർക്ക്, ദി മമ്മി, അങ്ങനെയുള്ള പടങ്ങൾ ഭയങ്കര റിപ്പീറ്റ് വാല്യാണ്. പ്രത്യേകിച്ച് ഹോം അലോൺ ഇങ്ങനെയുള്ള പടങ്ങളെല്ലാം ഭയങ്കര റിപ്പീറ്റ് വാല്യാണ്. പിന്നെ ബോളിവുഡിൽ പോയി കഴിഞ്ഞാൽ പഴയ ഷാരൂഖ് ഖാന്റെ പടങ്ങൾ, പിന്നെ കൃഷി ഫാൻറ്റസി, ഇതൊക്കെ ഒരു ചൈൽഡ്ഹുഡ് ഒരു ഭാഗം തന്നെയാണ് കൃഷി ഫാൻറ്റസീസ് ഒക്കെ. അവിടെ കുറിച്ച് റീവാച്ച് മെറ്റീരിയൽ ആയിട്ട് സ്വദേശ്, ലഗാൻ, ഇങ്ങനെയുള്ള ഒരു കൾട്ടായിട്ടുള്ള പടങ്ങളുണ്ട്. സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ഒരുപാട് പടങ്ങളും ബോളിവുഡിലുണ്ട്. ഇങ്ങനെയുള്ള പടങ്ങളും റീവാച്ച് ഉണ്ടുള്ള പടങ്ങൾ. ഈ റിപ്പീറ്റ് വാല്യൂം റീവാച്ച് തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ചില പടങ്ങളുണ്ട് നമുക്ക് അത് റീവാച്ച് ആണോ റിപ്പീറ്റ് വാല്യൂ ആണെന്ന് ഒരിക്കലും കണ്ടുപിടിക്കാനും പറ്റാത്ത രീതിയിൽ, ലൈക്ക് ചിത്രത്താഴ്, വാരണമായിരം, അങ്ങനെയുള്ള പടങ്ങളുണ്ടോ. ഇത് ഭയങ്കര റിപ്പീറ്റ് വാല്യൂ ആണ്, വീണ്ടും വീണ്ടും കാണാനും തോന്നിക്കും, പക്ഷെ ഒരിക്കലും മടുപ്പും തോന്നില്ല. റീവാച്ചും ആണ്, റിപ്പീറ്റ് വാല്യൂ ആണ്. രണ്ട് കാറ്റഗറിയിലും എടുത്താൻ പറ്റുന്ന ഇങ്ങനെ ചുരുക്കം ചില പടങ്ങളും ഉണ്ട്. പിന്നെ വേറെ ചില സിനിമകളുണ്ട്, ആ സിനിമയിലും എല്ലാ പാട്ടും ഹിറ്റായിരിക്കും, അതിനൊരു കൾട്ട് ഫാൻ ബേസ് ഉണ്ടായിരിക്കും, പടം ഭയങ്കര സംഭവമായിരിക്കും. അങ്ങനെയൊരു പടങ്ങളാണെങ്കിൽ വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ വാരണമായിരം, പയ്യ, ഗില്ലി, പിന്നെ ബാംഗ്ലൂർ ഡേയ്സ്, ഇങ്ങനെയുള്ള പടങ്ങൾക്കെല്ലാം നല്ലൊരു ഫാൻ ബേസ് ഭയങ്കര റിപ്പീറ്റ് വരും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കാറ്റഗറി ഉൾപ്പെടുത്തുമ്പോൾ തന്നെ നിർബന്ധമൊന്നുമില്ല ശരി ഇങ്ങനെ തന്നെ വിളിക്കണമെന്ന്. എന്തെങ്കിലും റീവാച്ച് എന്നും പറയാം, റിപ്പീറ്റ് വരും എന്ന് പറയാം.